Hi everyone, welcome to another video of operating system. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ആണ് ഫസ്റ്റ് ടോപ്പിക്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് മീൻസ് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് സർവീസസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് വരുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് വെദർ ഇറ്റ് ബി യൂസർ പ്രോഗ്രാം ഓർ സിസ്റ്റം പ്രോഗ്രാം. സോ ഏതൊരു ടൈപ്പ് പ്രോഗ്രാമിന്റെയും എക്സിക്യൂഷൻ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എക്സിക്യൂഷൻ ഇനിഷ്യലൈസ് ചെയ്യുക, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മെമ്മറി പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതൊരു സിസ്റ്റം പ്രോഗ്രാം ആയിക്കോട്ടെ, യൂസർ പ്രോഗ്രാം ആയിക്കോട്ടെ, ഏത് കേസും വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടിയാണ്. Then operating system utilizes various resources available for the efficient running of all types of functionalities. So different type of utilities എന്തൊക്കെയാണ്, അത് മെമ്മറി ആവട്ടെ, ഡിവൈസുകളാവട്ടെ, എന്തൊക്കെയാണ് ആവശ്യമുണ്ടോ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, ഏതൊക്കെ റിസോഴ്സ് ആവശ്യമാണോ അതൊക്കെ എഫക്റ്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു സർവീസ് ആണ്. Then handling input output operations. The operating system is responsible for handling all sorts of inputs from keyboard, mouse, etc. So നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പറഞ്ഞത്, എല്ലാ സോഴ്സ് ഇൻപുട്ടിന്റെ കേസിലും അത് ഇൻപുട്ടിന്റെ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് കീബോർഡ് വഴിയുള്ളത്, മൗസ്, ഡെസ്ക്ടോപ്പ്, ഈ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ operating system does all interfacing in the most appropriate manner regarding all kinds of input and output. എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് കേസുകളും വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. Then manipulation of file system. ഫയൽ സിസ്റ്റത്തിന്റെ മാനിപ്പുലേഷൻ ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം is responsible for making a decision regarding the storage of all types of data or files. That is floppy disk ആവട്ടെ, ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, ഏത് ടൈപ്പ് സ്റ്റോറേജ് ഡിവൈസും ആവട്ടെ, ഏത് ടൈപ്പ് ഫയലും ആവട്ടെ, അതിന്റെ കേസിലുള്ള എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഡിസൈഡ് ഹൗ ദ ഡാറ്റ ഷുഡ് ബി മാനിപ്പുലേറ്റഡ് ആൻഡ് സ്റ്റോർ. സോ എങ്ങനെയാണ് ഡാറ്റ, നമുക്ക് ഇതിന്റെ കേസിൽ മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞ ആ ഒരു പാർട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. എങ്ങനെയാണ് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഒക്കെയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് കേസ് എറർ ഡിറ്റക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ഷൻ ഓഫ് എനി ടൈപ്സ് ഓഫ് എറർ ഓർ ബഗ്സ് ദാറ്റ് ക്യാൻ അക്കർ വൈൽ എനി ടാസ്ക്. നമുക്ക് എന്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ ചെയ്യാനുള്ള എറേഴ്സ് ആവട്ടെ, ബഗ് ആവട്ടെ, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരുടെ വർക്കാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ്. ഡിറ്റക്ട് ചെയ്യാൻ മാത്രമല്ല അതിന്റെ കൗണ്ടർ മെഷേഴ്സ്, അതിന്റെ പ്രിവെൻഷൻ എങ്ങനെയാണ്, അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. The well-secured OS sometimes also acts as a countermeasure for preventing any sort of breach to the computer system from any external source and probably handling them. Next case, resource allocation. Operating system ensures the proper use of all resources available by deciding which resource to be used by whom or for how much time. So resource ആർക്കാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എത്ര ടൈം ഈ പ്രോസസ് റിസോഴ്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏത് റിസോഴ്സ് ആണ് ആയിക്കോട്ടെ, എത്ര ടൈം, എത്ര ഇൻസ്റ്റൻസ് അലോക്കേറ്റ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. All the decisions are taken by the operating system. Then we have accounting. The operating system tracks an account of all the functionalities taking place in the computer system at a time. ഒരു സമയത്ത്, ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറിൽ സംഭവിക്കുന്ന എല്ലാ ടാസ്കുകളും, എല്ലാ ഫങ്ഷൻസും, എല്ലാ വർക്കുകളും അക്കൗണ്ട് ചെയ്യുക എന്നത് അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. All the details such as types of errors occurred are recorded by the operating system. സോ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് എന്തൊരു കാര്യമാണ്, ഒരു പുതിയ പ്രോസസ് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു പുതിയ യൂസർ ലോഗിൻ ചെയ്യാണ്, ഒരു എറർ അക്കർ ചെയ്യാണ്, അങ്ങനെ പല കാര്യങ്ങൾ നടക്കാം, അതൊക്കെയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. Information and resource protection. The operating system is responsible for using all the information and resources available on the machine in the most protected way. The operating system must foil an attempt from any external resource to hamper any sort of data or information. So നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നതോ ഇന്റേണൽ ആയിട്ട് വരുന്ന ഏതൊരു ടൈപ്പ് പ്രോബ്ലംസിൽ നിന്നും ഇൻഫർമേഷനെ ആണെങ്കിലും റിസോഴ്സിനെ ആണെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ആരുടെ വർക്കാണ്, ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വർക്കാണ്. The next topic is system calls and types. What is system call in operating system? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസിൽ എന്താണ് സിസ്റ്റം കോൾ എന്നാണ് ചോദിക്കുന്നത്. A system call is a mechanism that provides the interface between a process and the operating system. സോ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരുന്നു, യൂസറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി അതിന്റെ ഉള്ളിൽ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് സിസ്റ്റം കോൾ.
സിസ്റ്റം കോൾ എന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോസസ്സും, ഓക്കെ, ഈ പ്രോസസ്സിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോസസ്സും തമ്മിലുള്ള ഒരു ഇന്റർഫേസ്, ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. It is a programming method in which a computer program requests a service from the kernel of the operating system. So, operating systemത്തിന്റെ കേർണലിനോട് ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യാണ്, അതാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. It offers the service of the operating system to the user programs via API. So, യൂസർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് യൂസർ ഉപയോഗിക്കുന്നത് APIs ആണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് യൂസർ പ്രോഗ്രാംസിന് എന്ത് ചെയ്യും, അതിന്റെ സർവീസസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ സിസ്റ്റം കോൾ എന്നുള്ള വർക്ക് ഉപയോഗിച്ചിട്ടാണ്. സിസ്റ്റം കോൾസ് ആർ ദ ഓൺലി എൻട്രി പോയിന്റ്സ് ഫോർ ദ കേർണൽ സിസ്റ്റം. സോ കേർണൽ സിസ്റ്റത്തിലേക്ക് നമുക്ക് കയറാനുള്ള ഒരേ ഒരു എൻട്രി എന്നുള്ളത് ഈ സിസ്റ്റം കോൾസ് ആണ്. സോ അതിന്റെ പിക്ചർ ആണ് ഇവിടെ വെക്കുക. യൂസർ പ്രോഗ്രാംസിന്റെ യൂസർ ഇന്റർഫേസിന്റെ താഴെയായിട്ടാണ് സിസ്റ്റം കോൾസ് വരുന്നത്. സോ സിസ്റ്റം കോൾസിന്റെ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏതൊരു വർക്ക് എക്സസ് ചെയ്യാനാണെങ്കിലും വി വിൽ നീഡ് സിസ്റ്റം കോൾസ്. Then how does system call work? എങ്ങനെയാണ് സിസ്റ്റം കോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്, the process is executed in the user mode till the time a system call interrupts it. നമുക്ക് എന്താണ് ചെയ്യുന്നത്, ഒരു യൂസർ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനുണ്ട്, ആ സിസ്റ്റം നമുക്ക് എന്താണ് സിസ്റ്റം കോൾ വെച്ചിട്ട് അതിനെ ഇന്ററപ്റ്റ് ചെയ്യും, പ്രോസസിന്റെ എക്സിക്യൂഷനെ ഇന്ററപ്റ്റ് ചെയ്യും. After that the system call is executed in the kernel mode on a priority basis. ആ യൂസർ സിസ്റ്റം കോൾ എന്ത് ചെയ്യും, ആ യൂസർ പ്രോഗ്രാമിനെ, യൂസർ മോഡിലുള്ള പ്രോഗ്രാമിനെ, പ്രോസസ്സിനെ അവിടെ സസ്പെൻഡ് ചെയ്യും, തൽക്കാലത്തേക്ക് നിർത്തിവെക്കും, ദെൻ ഇന്ററപ്റ്റ് ചെയ്യും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, ഈ സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യും. സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് കേർണൽ മോഡിലാണ്, പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടാണ് സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ യൂസർ പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴും യൂസർ മോഡിലാണ് ഉണ്ടാവുക. നമ്മൾ സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത് കേർണൽ മോഡിലേക്ക് കയറും. സ്റ്റെപ്പ് 3 എന്താണ്, once system call execution is over, control returns to the user mode. സോ സിസ്റ്റം കോളിന്റെ എക്സിക്യൂഷൻ എന്താണോ നമുക്ക് സിസ്റ്റം കോൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്, അതിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ ശേഷം കേർണൽ മോഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അത് വീണ്ടും യൂസർ മോഡിലേക്ക് കയറും. ആൻഡ് യൂസർ മോഡിൽ ആ ഏത് പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതായത് ആ എക്സിക്യൂഷൻ ഓഫ് യൂസർ പ്രോസസ് റെസ്യൂംഡ് കേർണൽ, നമുക്ക് യൂസർ പ്രോസസിന്റെ എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യും. കണ്ടോ, ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് എന്ത് ചെയ്തു, യൂസർ പ്രോസസ് എക്സിക്യൂട്ടിംഗ് ആണ്, എന്ത് ചെയ്യും, സിസ്റ്റം കോൾ കിട്ടും, സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യും, സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ എന്ത് ചെയ്യും, കോൾ എന്ത് ചെയ്യും, റിട്ടേൺസ് ഫ്രം സിസ്റ്റം, റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും ആ യൂസർ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യും. സോ സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും കേർണൽ മോഡിലാണ്. Why do you need system calls in reading and writing from files demand system calls? ഒരു ഫയലിലേക്ക് റീഡ് ചെയ്യുന്നത്, ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നതോ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം, സിസ്റ്റം കോൾസ് ആവശ്യമാണ്. If a file system want to create or delete file, system calls are required. ഫയൽ സിസ്റ്റത്തിന്റെ കേസിൽ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാനോ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനോ ചെയ്യണമെങ്കിൽ we will need system call. Then system calls are used for creation and management of new process. ഒരു പുതിയ പ്രോസസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് പുതിയ സിസ്റ്റം കോൾ ആവശ്യമാണ്. നെറ്റ്വർക്ക് കണക്ഷൻസ് നീഡ് സിസ്റ്റം കോൾസ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവിംഗ് പാക്കറ്റ്സ്. പാക്കറ്റ് സെൻഡ് ചെയ്യാനാണെങ്കിലും റിസീവ് ചെയ്യാനാണെങ്കിലും സിസ്റ്റം കോൾ ആവശ്യമാണ്. അതേപോലെ ആക്സസ് ടു ഹാർഡ്വെയർ ഡിവൈസിലേക്ക് സ്കാനർ പ്രിന്ററിന്റെ സിസ്റ്റം കോൾ, ഡിവൈസ് ആക്സസിന് വേണ്ടിയിട്ടും സിസ്റ്റം കോൾ ആവശ്യമാണ്. ഇവിടെ കുറെ ടൈപ്പ് സിസ്റ്റം കോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസ് കൺട്രോൾ, ഫസ്റ്റ് കേസ് നമുക്ക് പ്രോസസ് കൺട്രോളിന് വേണ്ടിയിട്ട് പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക, പ്രോസസ് ഡിലീറ്റ് ചെയ്യുക, പ്രോസസ്സിന് വെയിറ്റിംഗ് സ്റ്റൈൽ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നത് സിസ്റ്റം കോൾസ് ഒക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. ദെൻ ഫയൽ മാനേജ്മെന്റ്, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഡിലീറ്റ് ചെയ്യാനാണെങ്കിലും അതിൽ റീഡ് ചെയ്യാനാണെങ്കിലും റൈറ്റ് ചെയ്യാനാണ്, ഈ കേസൊക്കെ വരുന്നത് ഫയൽ മാനേജുമായി ബന്ധപ്പെട്ട സിസ്റ്റം കോൾസിലാണ്. Then we have device management, information maintenance and communication. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള സിസ്റ്റം കോൾസ് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് കേസ് പ്രോസസ് കൺട്രോൾ ആണ്. പ്രോസസ് കൺട്രോളിന്റെ കേസിൽ ദി സിസ്റ്റം കോൾസ് പെർഫോം ദ ടാസ്ക് ഓഫ് പ്രോസസ് ക്രിയേഷൻ, പ്രോസസ് ടെർമിനേഷൻ എക്സെട്ര. പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക, പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യുക, അതുകൂടാതെ തന്നെ എൻഡ് ആൻഡ് അബോർട്ട്, ലോഡ് ആൻഡ് എക്സിക്യൂട്ട്, ക്രിയേറ്റ് പ്രോസസ് ആൻഡ് ടെർമിനേറ്റ് പ്രോസസ്, വെയിറ്റ് ആൻഡ് സെൻഡ് ഇവന്റ്, അലോക്കേറ്റ് ആൻഡ് ഫ്രീ മെമ്മറി. ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്, പ്രോസസ് കൺട്രോളുമായി ബന്ധപ്പെട്ട സിസ്റ്റം കോളിൽ വരുന്നതാണ്. Then we have file management. File management system calls handle file manipulation jobs like creating a file, reading and writing, etc. ഫയൽ ക്രിയേറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അതായത് ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റം കോൾസ് ആണ്.
അതിൽ വരുന്നതാണ് ക്രിയേറ്റ് എ ഫയൽ, ഡിലീറ്റ് എ ഫയൽ, ഓപ്പൺ ആൻഡ് ക്ലോസ് എ ഫയൽ, റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് റീപൊസിഷൻ, ഗെറ്റ് ആൻഡ് സെറ്റ് ഫയൽ ആട്രിബ്യൂട്ട്. ദെൻ ഡിവൈസ് മാനേജ്മെന്റ് കേസിൽ ഡിവൈസ് മാനേജ്മെന്റ് ഡസ് ദ ജോബ് ഓഫ് ഡിവൈസ് മാനിപ്പുലേഷൻ ലൈക്ക് റീഡിംഗ് ഫ്രം ഡിവൈസ് ബഫർ, റൈറ്റിംഗ് ഇൻ ഡിവൈസ് ബഫർ എക്സെട്ര. ഡിവൈസുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഡിവൈസിന്റെ അതിന്റെ ബഫറിലേക്ക് റീഡ് ചെയ്യുക, ബഫറിലേക്ക് റൈറ്റ് ചെയ്യുക. ഇത് കൂടാതെ തന്നെ റിക്വസ്റ്റ് ആൻഡ് റിലീസ് ഡിവൈസ്, ലോജിക്കലി അറ്റാച്ച് ഡിറ്റാച്ച് ഡിവൈസ്, ഗെറ്റ് ആൻഡ് സെറ്റ് ഡിവൈസ് ആട്രിബ്യൂട്ട്, ഇതൊക്കെയും ഇതുമായിട്ട് സിസ്റ്റം കോൾസിന്റെ ഡിവൈസ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആണ്. ഡിവൈസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സിസ്റ്റം കോൾസിന്റെ ഫംഗ്ഷൻസ് ആണ്. ദെൻ ഇൻഫർമേഷൻ മെയിൻ്റെനൻസ് വരുന്നത് ഇറ്റ് ഹാൻഡിൽസ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ OS ആൻഡ് യൂസർ പ്രോഗ്രാം. യൂസർ പ്രോഗ്രാമിന്റെയും OSന്റെ ഇടയിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. അതിൽ വരുന്നതാണ് ഗെറ്റ് ഓർ സെറ്റ് ടൈം ആൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യുന്ന കേസ്, ഗെറ്റ് പ്രോസസ് ആൻഡ് ഡിവൈസ് ആട്രിബ്യൂട്ട്, ഇതൊക്കെ ഇൻഫർമേഷൻ മെയിൻ്റെനൻസിൽ വരുന്ന സിസ്റ്റം കോൾസ് ആണ്. Then we have communication. This type of system calls are specifically used for inter-process communication. ഏതൊക്കെയാണ് വരുന്നത്? Create and delete communication connection, send and receive message, help OS to transfer status information, attach or detach remote devices. ഇത്രയാണ് സിസ്റ്റം കോൾസിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ വരുന്നത്. ഇനി കുറച്ച് സിസ്റ്റം കോൾസിന്റെ എക്സാമ്പിൾ ആണ്. ഓരോ ടൈപ്സിലും വരുന്ന സിസ്റ്റം കോൾസും അതിന്റെ എക്സാമ്പിൾ, യൂണിക്സിലുള്ള എക്സാമ്പിളും ആണ്. ഫസ്റ്റ് കാറ്റഗറി എന്നുള്ളത് പ്രോസസ് കൺട്രോൾ ആണ്. പ്രോസസർ കൺട്രോൾ പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളാണ്. അതിൽ വരുന്ന വിൻഡോസിന്റെ കേസിലെ എക്സാമ്പിൾ ക്രിയേറ്റ് പ്രോസസ്, എക്സിറ്റ് പ്രോസസ്, വെയിറ്റ് ഫോർ സിംഗിൾ ഒബ്ജക്ട്, ഇതൊക്കെ അതിൽ വരുന്ന സിസ്റ്റം കോൾസ് ആണ്. യൂണിക്സിന്റെ കേസിൽ വരുന്ന സിസ്റ്റം കോൾസ് ഫോർക്ക്, എക്സിറ്റ്, വെയിറ്റ്, ഇതൊക്കെ പ്രോസസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റം കോൾസ് ആണ്. അതേപോലെ ഡിവൈസ് മാനിപ്പുലേഷന്റെ കേസിൽ വിൻഡോസിൽ സെറ്റ് കൺസോൾ മോഡ്, റീഡ് കൺസോൾ, റൈറ്റ് കൺസോൾ, ഇതൊക്കെ അതിൽ വരുന്ന സിസ്റ്റം കോൾസ് ആണ്. അതേപോലെ യുണിക്സിൽ വരുന്ന സിസ്റ്റം കോൾസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫയൽ മാനേജ്മെന്റ് മാനിപ്പുലേഷന്റെ കേസിൽ വരുന്ന സിസ്റ്റം കോൾസ് ഇൻഫർമേഷൻ മെയിൻ്റെനൻസ്, ദെൻ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ വരുന്ന സിസ്റ്റം കോൾസിന്റെ എക്സാമ്പിൾസ്, പ്രൊട്ടക്ഷന്റെ കേസിൽ വരുന്ന എക്സാമ്പിൾസ്. ഇത് ഭാഗം നമുക്ക് യുണിക്സിന്റെ കേസാണ്. CH മോഡ്, പ്രൊട്ടക്ഷൻ കേസിൽ CH മോഡ്, അൺമാസ്ക്, കൗണ്ട്, ഇതൊക്കെ എന്താണ് സിസ്റ്റത്തിന്റെ കേസിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ ആണ്. ഡിഫറെന്റ് ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ് പറയുന്നത്. സിമ്പിൾ, ലെയർഡ്, മൈക്രോ കേർണൽ, മൊഡ്യൂൾ സ്ട്രക്ചറിന്റെ കേസാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ സ്ട്രക്ചർ. സച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡു നോട്ട് ഹാവ് വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ആൻഡ് ആർ സ്മോൾ, സിമ്പിൾ ആൻഡ് ലിമിറ്റഡ് സിസ്റ്റംസ്. ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഇല്ലാത്ത ടൈപ്പുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ഇന്റർഫേസ് ആൻഡ് ലെവൽസ് ഓഫ് ഫംഗ്ഷനാലിറ്റി ഓൾ ആർ നോട്ട് വെൽ സെപ്പറേറ്റ്. നമുക്ക് എന്താണ് ഇന്റർഫേസുകളും ഫംഗ്ഷനാലിറ്റിന്റെ ലെവൽസ്, അതായത് ഓരോ ലെവലിലും ഇന്ന ഫംഗ്ഷനാലിറ്റി നടക്കുന്നത്, അങ്ങനെ ഒരു ലെവൽസ് ഓഫ് ഫംഗ്ഷനാലിറ്റി ഒന്നും എന്താണ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. MS-DOS അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് MS-DOS. ഇൻ MS-DOS application programs are able to access the basic IO routines. സോ നമുക്ക് സാധാരണ IO routines തന്നെ MS-DOSന് സാധാരണ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. This type of operating system cause the entire system to crash if one of the user program fails. സോ ഏതെങ്കിലും ഒരു യൂസർ പ്രോഗ്രാം ഫെയിൽ ചെയ്താൽ തന്നെ നമുക്ക് ആ മൊത്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രാഷ് ചെയ്യാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള MS-DOS പോലുള്ള സിമ്പിൾ സ്ട്രക്ചറുള്ള സിസ്റ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിന്റെ സ്ട്രക്ചർ ആണ് MS-DOSന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിൽ എന്താണ് റെസിഡന്റ് സിസ്റ്റം പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് എന്ത് ചെയ്യും? MS-DOS ഡിവൈസ് ഡ്രൈവേഴ്സ്, ദെൻ വി ഹാവ് ROM BIOS ഡിവൈസ് ഡ്രൈവേഴ്സ്. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന് ഡയറക്റ്റ് ആയിട്ട് ഈ റോമിലേക്ക് ആക്സസ് ഉണ്ട്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഡെലിവേഴ്സ് ബെറ്റർ ആപ്ലിക്കേഷൻ പെർഫോമൻസ് ബിക്കോസ് ഓഫ് ദ ഫ്യൂ ഇന്റർഫേസസ് ബിറ്റ്വീൻ ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഹാർഡ്വെയർ. ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും തമ്മിൽ ഇടയിൽ വരുന്ന ഇന്റർഫേസിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് കൂടുതലായിരിക്കും. ഈസി ഫോർ കേർണൽ ഡെവലപ്പേഴ്സ് ടു ഡെവലപ്പ് സച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാനും ഈസിയർ ആണ്. പക്ഷെ എന്താണ് പ്രോബ്ലം? സ്ട്രക്ചർ ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് ആസ് നോ ക്ലിയർ ബൗണ്ടറീസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ മൊഡ്യൂൾസ്. ഡിഫറെന്റ് മൊഡ്യൂൾസിന്റെ ഇടയിൽ ഒരു കറക്റ്റ് ബൗണ്ടറി പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട്, ഫംഗ്ഷനാലിറ്റി കറക്റ്റ് ആയിട്ട് ലെവൽസ് വെച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഡസ് നോട്ട് എൻഫോഴ്സ് ഡാറ്റ ഹൈഡിംഗ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡാറ്റ ഹൈഡിംഗ് എന്നുള്ളത് വർക്ക് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. Then we have layered structure. An OS can be broken into pieces and retain much more control on the system. In this structure, the OS is broken into number of layers. So, നമുക്ക് different layers ആയിട്ട് OS നെ ഡിവൈഡ് ചെയ്തിരിക്കുക. ബോട്ടം ലെയർ, അതായത് ലെയർ 0 എന്നുള്ളത് എന്താണ്? ഹാർഡ്വെയർ ആണ്.
ടോപ്പ് മോസ്റ്റ് ലെയർ എന്നുള്ളത് യൂസർ ഇന്റർഫേസ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഉള്ളിലായിട്ട് എന്ത് ചെയ്യും, ഹാർഡ്വെയർ ഉണ്ടാവും. ദെൻ ഏറ്റവും പുറത്തായിട്ട് യൂസർ ഇന്റർഫേസ് ഉണ്ടാവും. ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റി ഒക്കെ ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടാണുള്ളത്. These layers are so designed that each layer uses the functions of the lower layers also. ലെയർ 1 എന്ത് ചെയ്യും, ലെയർ 0ന്റെ ഫംഗ്ഷനാലിറ്റി ലെയർ 0നുമായി ബന്ധപ്പെട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അതായത് ലെയർ 0ന്റെ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്ന രീതിയിലാണ് ലെയർ 1 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. This simplifies the debugging process, as if lower level layers are debugged and error occurs during debugging, then the error must be on that layer only, as the lower layers have already been debugged. സോ ഇതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡീബഗിങ് ആണ്. നമുക്കിപ്പോ ഇവിടെ ലെയർ 3 ഉണ്ടെന്ന് വിചാരിക്കാം. സോ ലെയർ 0യും ലെയർ 1ഉം ലെയർ 2 നമ്മൾ ഓൾറെഡി ഡീബഗ് ചെയ്തു, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ആണ് നമ്മൾ ലെയർ 3യിലേക്ക് എത്തുന്നത്. സോ ലെയർ 3 ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ബഗ് അക്കേർഡ് അറ്റ് ദാറ്റ് ലെയർ ഓൺലി. ആ ഒരു ലെയറിൽ തന്നെയാണ് ആ ബഗ് അല്ലെങ്കിൽ എറർ അക്കർ ചെയ്തിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള ലെയറൊക്കെ നമ്മൾ ഓൾറെഡി ഡീബഗ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. സോ അവിടെ വരാനുള്ള സാധ്യത കുറവാണ്. സോ ഈ ഒരു ലെയറിൽ തന്നെയായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. ആ രീതിയിൽ ഡീബഗിങ് പ്രോസസ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തു. പക്ഷെ ഇതിന്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണ്, that at each layer the data needs to be modified and passed on, which adds the overhead to the system. So ഓരോ ലെയറിൽ എന്താണ് പുതിയ ഡാറ്റയിൽ എന്ത് ചെയ്യും, ഒരു ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ലെയറിലേക്ക് അത് പാസ് ചെയ്യുന്നത്. അത് സിസ്റ്റത്തിന്റെ ഓവറോൾ ഓവർ ഹെഡ് എന്ത് ചെയ്യും, കൂട്ടും. Moreover, careful planning of the layers is necessary, as layer can use only lower level address. So നമുക്ക് ഓരോ ലെയറും ക്രിയേറ്റ് ചെയ്യുന്നത് അത്രക്ക് നോക്കിയിട്ട് കണ്ടു വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് യൂണിക്സ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ, ഒരു എക്സാമ്പിൾ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ലെയറിംഗ് മേക്സ് ഇറ്റ് ഈസിയർ ടു എൻഹാൻസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എ ലെയർ ക്യാൻ ബി ചേഞ്ച്ഡ് ഈസിലി വിത്തൗട്ട് എഫക്റ്റിംഗ് ദ അതർ ലെയേഴ്സ്. സോ ഒരു ലെയറിനെ നമുക്ക് ഇംപ്ലിമെന്റേഷൻ ചേഞ്ച് ചെയ്യാം, അത് മറ്റു ലെയറിനെ യാതൊരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെയർ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. And easy to perform debugging and system verification ഒക്കെ perform ചെയ്യാൻ much easier ആണ്. Then disadvantage is that in the structure the application performance is degraded as compared to simple structure. Simple structure ബേസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇടയിലുള്ള ഒരുപാട് ലെയേഴ്സ് ഒക്കെ വരുമ്പോൾ ഇന്റർഫേസ് കൂടും. സോ അതെന്ത് ചെയ്തും അതിന്റെ പെർഫോമൻസ് കുറക്കും. It requires careful planning for designing the layer, as higher layers use the functionality of only the lower layers. നമുക്ക് ഹയർ ലെയേഴ്സ് ലോവർ ലെയേഴ്സിന്റെ ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിസൈനിങ്ങും അതിന്റെ ഇംപ്ലിമെന്റേഷനും കുറച്ചധികം പ്ലാനിങ് ആവശ്യമാണ്. Then we have microkernel. This structure designs the operating system by removing all non-essential components from the kernel and implementing them as system and user programs. സോ ആവശ്യമില്ലാത്ത എല്ലാ കോമ്പണൻസും, നോൺ എസെൻഷ്യൽ കോമ്പണൻസ്, കേർണലിന്റെ എല്ലാ നോൺ എസെൻഷ്യൽ കോമ്പണൻസും റിമൂവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, കേർണലിന് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം ആയിട്ട് യൂസർ പ്രോഗ്രാംസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദ റിസൾട്ട് ഇൻ എ സ്മോൾ കേർണൽ ആൻഡ് കോൾ ദം മൈക്രോ. സോ അങ്ങനെ കേർണലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കേർണലിന്റെ ഫംഗ്ഷനാലിറ്റി അവിടെ കുറഞ്ഞു. ആൻഡ് ദിസ് റിസൾട്ട് ഇൻ എ സ്മോളർ കേർണൽ ആൻഡ് കോൾ ദ മൈക്രോ കേർണൽ. സോ ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതോടെ നമുക്ക് എന്താണ്, കേർണലിന്റെ സൈസ് കുറഞ്ഞു, അതിനെയാണ് മൈക്രോ കേർണൽ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്താണ്, all new services need to be added to user space and does not require the kernel to be modified. So user spaceലേക്ക് ഈ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ സർവീസ് ഒക്കെ ആഡ് ചെയ്യുന്നതോടെ നമുക്ക് കേർണലിനെ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം കുറയാണ്. Thus it is more secure and reliable, as if a service fails then the rest of the operating system remains untouched. So ഒരു സർവീസ് ഫെയിൽ ആയാലും നമുക്ക് അതെന്ത് ചെയ്യില്ല, കേർണലിൽ ചേഞ്ചസ് വരില്ല. സോ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പാർട്ടൊക്കെ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് macOS. Microkernel architecture is small and isolated, therefore it can function better. Providing service on a microkernel system are expensive compared to the normal monolithic systems. സാധാരണ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്, എക്സ്പെൻസീവ് ആണ്. അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാർഡ്വെയർ ഉണ്ട്, അതിന്റെ മുകളിലായിട്ട് ബേസിക് ഇന്റർഫേസ് പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ്, വിർച്വൽ മെമ്മറി ഷെഡ്യൂളിംഗ് ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ്. അതിന്റെ മുകളിലാണ് ആപ്ലിക്കേഷൻ ഇന്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദർ, ഫയൽ സർവർ ഇസ് ദർ, ഡിവൈസ് ഡ്രൈവർ, യൂണിക് സെർവർ. സോ ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹാർഡ്വെയറിന്റെ പാർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറെ യൂസർ പ്രോസസ് ആയി യൂസർ ഏരിയയിലേക്ക് ആഡ് ചെയ്തിട്ടാണല്ലോ. കേർണലിന്റെ പാർട്ടാണ്,
പലതും അതൊക്കെ എത്തിയിട്ട് എന്ത് ചെയ്യും, ഹാർഡ്വെയറിന്റെ പാർട്ടാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് മേക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോർട്ടബിൾ ടു വേരിയസ് പ്ലാറ്റ്ഫോം. നമുക്ക് ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിലേക്ക് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കാതെ ഇൻഡിപെൻഡൻസ് കൊടുക്കുകയാണ്. Then micro kernels are small, so these can be tested effectively. Kernels small ആയതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യുന്നതും ഈസിയാണ്. Then disadvantage എന്നാണ് increased level of intermodule communication degrade system performance. നമുക്ക് എന്താണ് സർവീസ് യൂസർ സർവീസിന്റെ എണ്ണം കൂടി, അതുകൊണ്ട് തന്നെ ഇന്റർമൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ അവിടെ എന്ത് ചെയ്തു, കൂടുതലായി. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. Then modular structure or approach. Next case modular structure ആണ്. It is considered as the best approach for an OS. ഒരു OS-ന്റെ ഉള്ള ബെസ്റ്റ് അപ്രോച്ച് ആയിട്ട് എടുക്കുന്നതാണ് modular structure. Involves designing a modular kernel. So ഒരു modular kernel ആണ് ഇവിടെ ഡിസൈൻ ചെയ്തത്. The kernel has only a set of core components and other services are added as the dynamically loadable modules to the kernel either during runtime or boot time. So kernel എന്താണ്, core components മാത്രമേ kernel ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കോമ്പണൻസ് സർവീസസ് എന്ത് ചെയ്യും, അത് ഡൈനാമിക്കലി ലോഡഡ് മൊഡ്യൂൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് ബൂട്ട് ടൈമിലോ റൺ ടൈമിലോ നമ്മൾ എന്ത് ചെയ്യും, കേർണലിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. It resembles layered structure due to the fact that each kernel has defined and protected interfaces, but it is more flexible and layered structure as a module and can call any other module. So ഇവിടെ കണ്ടോ, കോർ കേർണൽ ഉണ്ടാവും, അതിൽ കോർ കോമ്പണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളൊക്കെ ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് സെപ്പറേറ്റഡ് ആണ്. ഈ മൊഡ്യൂൾസ് ഒക്കെ എന്താണ്, ലോഡ് ടൈമിലോ റൺ ടൈമിലേക്ക് ആഡ് ചെയ്യുന്നു പറഞ്ഞു, ലോഡ് ചെയ്യുന്നു പറഞ്ഞു. സോ ഇതാണ് മൊഡ്യൂൾസ് ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. ഒരു ലെയർഡ് സ്ട്രക്ചറിന്റെ റിസംബ്ലൻസ് അതിൽ ഉണ്ടാവും. പക്ഷെ എന്നാലും ലെയർഡ് സ്ട്രക്ചർ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ അത് എന്താണ്, കൂടുതൽ ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു മൊഡ്യൂളർ സ്ട്രക്ചർ എന്നുള്ളത്. ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഈ മൊഡ്യൂളിനെ ഏതിനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിന്റെ അഡ്വാൻറ്റേജ് ആണ് with more flexibility. Layer structure with more flexibility is there. Then without message passing overhead, kernel micro kernel approach നോക്കുമ്പോൾ ഇതിന് എന്താണ്, മെസ്സേജ് പാസിംഗ് ഓവർഹെഡ് കുറക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഡിസൈഡ് നോക്കാം, നോട്ട് ആസ് ക്ലീൻ ആയ ഡിസൈൻ ആസ് ദി ലെയർഡ് അപ്രോച്ച്. ലെയർ അപ്രോച്ച് പോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല. ബട്ട് നോട്ട് ആസ് സ്മോൾ എ കേർണൽ ആസ് എ മൈക്രോ കേർണൽ. മൈക്രോ കേർണൽ പോലെ അത്രക്ക് ചെറുതുമല്ല. ബട്ട് അച്ചീവ്സ് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആസ് ഫാർ ആസ് പോസിബിൾ. പക്ഷെ രണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള വർക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Next topic is monolithic system. The entire operating system works in the kernel space in the monolithic system. So monolithic system കേസിൽ എന്താണ്, എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തവും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, കേർണൽ സ്പേസിലാണ്. This increases the size of the kernel as well as the operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മൊത്തം സൈസ് എന്ത് ചെയ്തു, അത് ഇൻക്രീസ് ചെയ്യും. This is different from microkernel system where the minimum software that is required to correctly implement an operating system is kept in the kernel. So microkernel വെച്ച് നോക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, ഏറ്റവും കോർ കോമ്പണന്റ്, അതായത് ശരിക്കും കോർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ, കേർണലിൽ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഡൈനാമിക്കലി ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിലാണെങ്കിൽ മൊത്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എല്ലാ സംഭവങ്ങളും എവിടെയാണ് ഉണ്ടാവുക, കേർണലിലാണ് ഉണ്ടാവുക. Here kernel provides various services such as memory management, file management, process scheduling, etc. using function calls. ഇപ്പൊ ഫംഗ്ഷൻ കോൾസ് ആണ് അത് കൊടുക്കുന്നത്. മറ്റേ കേസിലാണെങ്കിൽ അത് ചെയ്യുന്നത് എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് മൊഡ്യൂൾസ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് എന്താണ് ഫംഗ്ഷൻ സിസ്റ്റം കോൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അത് പാസ് ചെയ്യും. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കോൾസ് ആയിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് അതിനെ കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മെമ്മറി മാനേജിന്റെ, അതായത് കേർണലിൽ തന്നെയാണ് ആ സർവീസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസ് എല്ലാം കൊടുക്കുന്നത്. മെമ്മറി മാനേജ് ആവട്ടെ, ഫയൽ മാനേജ്മെന്റ് ആവട്ടെ, പ്രോസസ് ഷെഡ്യൂളിംഗ് ആണൊക്കെ, ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതിൽ തന്നെയാണ്. This makes the execution of the operating system quite fast as the services are implemented under the same address space. So നമുക്ക് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്കിംഗ് എന്താണ്, ഫാസ്റ്റർ ആയിട്ട് മാറും. എല്ലാം ഒരു സിംഗിൾ അഡ്രസ് സ്പേസിനുള്ളിൽ ഉണ്ടായതുകൊണ്ട് മൊത്തം വർക്ക് എന്തെയും ഫാസ്റ്റർ ആയിട്ട് മാറും. അവിടെ കൊടുത്തിരിക്കുന്നത് ഹാർഡ്വെയർ ഇസ് ദർ, അപ്ലിക്കേഷൻ ഇസ് ദർ, ആൻഡ് അതിനുള്ളിൽ കേർണൽ മോഡിൽ എന്താണ് മൊത്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാണ്. അത് വിർച്വൽ ഫയൽ സിസ്റ്റം, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, ഷെഡ്യൂളർ, വിർച്വൽ മെമ്മറി, ഡിവൈസ് ഡ്രൈവർ, ഡിസ്പാച്ചർ, ഇതൊക്കെ ഏതിന്റെ പാർട്ടാണ്, മൊത്തം കേർണൽ മോഡിന്റെ പാർട്ടാണ്. മൈക്രോ കേർണലിന്റെ കേസ് നമ്മൾ ഇതൊക്കെ എന്താണ് സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ട്, സിസ്റ്റം കോൾസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയാണ്, ആവശ്യമുള്ളത് മാത്രം ഇവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇതിന്റെ കേസിൽ എല്ലാം ഒരുമിച്ചാണ് ഉണ്ടാവുക. കേർണലിൽ മൊത്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. ഇതിന്റെ ഡിഫറൻസ് ആണ് മൈക്രോ കേർണലിന്റെ കേസും മോണോലിത്തിക്കിന്റെ കേസിലെ ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മൈക്രോ കേർണൽ ഇസ് മച്ച് സ്മോളർ ഇൻ സൈസ് ആസ് കമ്പയർഡ് ടു മോണോലിത്തിക് സിസ്റ്റം. കേർണൽ എന്താണ് സ്മോളർ ആണ്, കാരണം അതിന്റെ ഫംഗ്ഷനാലിറ്റി ഒക്കെ റിമൂവ് ചെയ്തു, നോണൈസേഷൻ ഫംഗ്ഷനാലിറ്റി ഒക്കെ റിമൂവ് ചെയ്തിട്ട്
കോർ കോമ്പണൻസ് മാത്രമാണ് കേർണലിൽ ഉണ്ടാവുക. ഇറ്റ് ഈസ് ഈസിലി എക്സ്റ്റെൻസിബിൾ വേർ ദിസ് ഈസ് ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ് ഫോർ ദ മോണോളിത്തിക് സിസ്റ്റം. മൈക്രോ കേർണലിന്റെ കേസിൽ അങ്ങനെ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ സെപ്പറേറ്റ് മോഡ്യൂളാക്കി മാറ്റുമ്പോൾ നമുക്ക് അതെന്താണ് എക്സ്റ്റെൻഡബിൾ ആണ്, ആ സംഭവം എക്സ്റ്റെൻഡബിൾ ആണ്. ബട്ട് ഇത് ആ കേസ് അങ്ങനെയല്ല മോണോളിത്തിക്കിന്റെ കേസിൽ. ദ എക്സിക്യൂഷൻ ഓഫ് ദ മൈക്രോ കേർണൽ ഈസ് സ്ലോവർ ആസ് കമ്പയർഡ് ടു ദ മോണോളിത്തിക് കേർണൽ. മൈക്രോ കേർണലിന്റെ എക്സിക്യൂഷൻ സ്ലോവർ ആണ്, ബട്ട് ഇത് എക്സിക്യൂഷൻ ഫാസ്റ്റ് ആണ്. മച്ച് മോർ കോഡ് ഈസ് റിക്വയർഡ് ടു റൈറ്റ് മൈക്രോ കേർണൽ ദാൻ ദ മോണോളിത്തിക് കേർണൽ. സോ മൈക്രോ കേർണലിന്റെ കേസിൽ കോഡ് എന്താണ്, കുറച്ചുകൂടി കൂടുതൽ കോഡുകൾ ആവശ്യമാണ്. ദെൻ മൈക്രോകേർണലിന്റെ എക്സാമ്പിൾ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. L4 ലിനക്സ്, സിംബിയൻ, ക്യൂനെക്സ് ഒക്കെ മൈക്രോ കേർണൽ ആണ്. മോണോലിത്തിക്കിന്റെ കേസിൽ ലിനക്സ്, BSD എക്സെട്ര മോണോലിത്തിക് കേർണൽ ആണ്. ദെൻ അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂഷൻ ഓഫ് മോണോലിത്തിക് കേർണൽ ഈസ് ക്വൈറ്റ് ആസ് ഫാസ്റ്റ് സർവീസസ് സച്ച് ആസ് മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, പ്രോസസ്സിംഗ് എക്സെട്ര ആർ ഇംപ്ലിമെന്റഡ് സെയിം അഡ്രസ് സ്പേസ്. ഫാസ്റ്റ് ആണ്. ഓക്കെ, മോണോലിത്തിക് ഈസ് ഫാസ്റ്റ് ബിക്കോസ് എല്ലാം ഉള്ളത് ഒരു സിംഗിൾ അഡ്രസ് സ്പേസിന്റെ അണ്ടറിൽ ആയതുകൊണ്ട് അതിന്റെ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ സർവീസ് എന്താണ് മച്ച് ഫാസ്റ്റർ ആയിരിക്കും. A process runs completely in a single address space in the monolithic system. The monolithic kernel is static single binary file. Then disadvantage നോക്കാം. If any of services fail in the monolithic kernel, let's say failure of the NDS. അതായത് വലിയ പ്രോബ്ലം ഇവിടുത്തെ കേസിൽ ഒരു സർവീസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് മൊത്തമായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയറിന് കാരണമാകും. To add any new service, the entire operating system need to be modified by the user. ഒരു പുതിയ സർവീസ് ആഡ് ചെയ്യണമെങ്കിൽ you have to modify the entire kernel. അതാണ് മോണോലിത്തിക് സിസ്റ്റം എന്ന് പറയുന്നത്.